അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന വാഷിങ്ടൺ DC-യിലെ ചെറി ബ്ലോസം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക, നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുന്നതിനേക്കാട്ടിലും മേളിലാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഏകദേശം 3800 ചെറി മരങ്ങളാണ് പൂത്തൊലഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും അച്ഛന്മാരെ, നമുക്ക് എന്താ പറയുക, ഒരു ജാതി കിടു ഫീലാണ് ഇതിനകത്ത്. Welcome to Washington DC on the third day of spring. അപ്പോൾ നമ്മുടെ എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും വലിയൊരു നമസ്കാരമുണ്ട്. ഒരു കിടിലൻ യാത്രയുടെ അനുഭവമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. വാഷിങ്ടൺ DC-യിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സെറ്റപ്പായിട്ട് കുറച്ച് വെയിൽ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഈ എന്താ പറയുക വട്ടടിച്ച് നടക്കുന്നത് വാഷിങ്ടൺ മെമ്മോറിയൽ പാർക്ക് എന്ന് പറയും. അതിനകത്താണ് ഈ വൈറ്റ് ഹൗസും അതേപോലെ അവരുടെ ക്യാപിറ്റൽ ബിൽഡിങ്ങും എല്ലാം ഉള്ളത്. ഇതാണ് അമേരിക്കയുടെ ക്യാപിറ്റൽ ബിൽഡിങ്. ഒരു രക്ഷയില്ല, കിടുവാ. ഒരു സൈഡിൽ ഇവരുടെ ക്യാപിറ്റൽ ബിൽഡിംഗ് ഉണ്ട്, അതേപോലെ മറു സൈഡിൽ ജോർജ് വാഷിങ്ടൻ്റെ മോണുമെൻ്റ് ആണ്. ഈ എന്താ പറയുക വാഷിങ്ടൺ DC-യിലെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഈ മോണുമെൻ്റ്. ഇവിടെ ഈ ഒരു സൈഡിൽ ഒത്തിരി കച്ചവടക്കാരുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ നൈസായിട്ടുള്ള ചെറിയ വാനുകൾ കൊണ്ടുവന്നിട്ട് അതിൽ ഗംഭീര കച്ചവടമാണ്. ഫുഡ്, ഐസ്ക്രീം എല്ലാം അൽക്കുലത്ത് ഇത് വേണ്ട. ഇത് ആക്ച്വലി എന്താ പറയുക, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സംഭവം. കാരണം നമ്മളിങ്ങനെ ഇതൊക്കെ കാണാനായിട്ട് വരുമ്പോൾ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇതേ ഒരു രക്ഷയുള്ളൂ. റൊണാൾഡോ പിള്ളേരുടെ നാടൻ പന്തളി കണ്ട. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ ടവറിൻ്റെ മുകളിൽ പോയിട്ട് ഈ വാഷിങ്ടൺ DC-യുടെ മൊത്തത്തിൽ വ്യൂ കിട്ടുന്ന ഒരു ഗംഭീര സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻ്റർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തേക്കുള്ള ടിക്കറ്റ് മുഴുവൻ ഓൾറെഡി അവർ വിറ്റ് കഴിഞ്ഞു. അത് കാരണം നമുക്കിന്ന് ടിക്കറ്റ് കിട്ടില്ല. കണ്ടോ, ഒത്തിരി പേര് ഇപ്പോഴും ലൈനിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്.
പക്ക മാർബിൾ സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു സ്തൂപം അവർ കെട്ടിപ്പൊക്കിയത്. ഇത് 555 അടി പൊക്കമുള്ള ഒരു സ്തൂപമാണ്. ഏകദേശം 8600 മാർബിൾ കല്ലുകൾ കൊണ്ടാണ് ഈ ഒരു സംഭവം പണിതേക്കുന്നത്. ഇത് 1884 പണി തീർന്ന സമയത്ത് ആ ഒരു ടൈമിൽ ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു ഈ ജോർജ് വാഷിങ്ടൺ സ്മാരകം എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മെയിനായിട്ടുള്ള അവരുടെ 3 ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഏറ്റവും നടുക്കുള്ളതാണ് ഈ ജോർജ് വാഷിങ്ടണിൻ്റെ സ്മാരകം സ്തൂപം. അതേപോലെ ഏറ്റവും ആദ്യമുള്ളത് അവരുടെ ക്യാപിറ്റൽ ബിൽഡിങ്. അതേപോലെ ഈ ഒരു ലൈനിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഏറ്റവും അവസാനമായിട്ട് കാണുന്നത് അബ്രഹാം ലിങ്കൻ്റെ സ്മാരകമാണ്. അപ്പം നമ്മളിനി ഇവിടുന്ന് നടന്ന് അതിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ഹൗസ് കാണാൻ കഴിയും. ഇതാണ്ടോ, കാണുന്നതാണ് വൈറ്റ് ഹൗസ്.
ഇത് വളരെയധികം ഇന്റർനാഷണൽ സെൻസേഷൻ ആയിട്ടുള്ള ഒരു ചെറിമരമാണ്. സ്തംഭി എന്നാണ് ഇതിന്റെ പേര്. ഈ വർഷം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിമരമാണിത്. നമ്മളിത് അങ്ങനെ വൈറ്റ് ഹൗസ് അതിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസിന് എന്തോരം അടുത്ത് വരെ പോകാൻ പറ്റുന്നത് നമുക്ക് അറിയില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം, കാരണം ഇത് ഇവർ മൊത്തം ക്ലോസ് ചെയ്തേക്കായിരുന്നു. കാരണം നമ്മുടെ ബൈഡൻ ചേട്ടൻ ഇപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയേ ഉള്ളൂ. ആളെ നേരിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷേ ആള് എന്താ പറയുക, വിമാനത്തിനകത്തായിരുന്നു. നമുക്കത് അടുത്ത് കാണാൻ പറ്റി. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, വൈറ്റ് ഹൗസ് കാണാനായിട്ടുള്ള നടപ്പാണ്. ആ കാണുന്നതാണ് ഈ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന സംഭവം. കുറേ കാലമായി കാണണം ആഗ്രഹിച്ചാണ്. അങ്ങനെ അത് കണ്ടു. നമുക്ക് മാക്സിമം വരാവുന്ന ഒരു ഏരിയ ഇവിടെയാണ്. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഒത്തിരി എന്താ പറയുക, ഒരുപാട് ഹൈറ്റുള്ള ഫെൻസിങ്ങും പിന്നെ അതിൻ്റെ അപ്പുറമൊക്കെ കംപ്ലീറ്റും പോലീസും FBI അവരുടെ സീക്രട്ട് സർവീസും എല്ലാം ഉണ്ട്. കാരണം നമുക്ക് ഒരു രീതിയിലും ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. മാക്സിമം ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുക. നല്ല വിശപ്പായി. സ്ട്രീറ്റ് ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, നമ്മുടെ തട്ടുകട സെറ്റപ്പില്ലേ, പക്ഷേ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ടാണ്. ഒത്തിരി വണ്ടികളുണ്ട്. ഈ സൈഡിൽ മുഴുവൻ ഇതേപോലത്തെ ഒരുപാട് വാനുകളുണ്ട്. അതിൽ മൊത്തം ഫുഡിൻ്റെ സെറ്റപ്പാണ്. ഈ കാണുന്ന മരക്കുറ്റി ഉണ്ടോ, സത്യത്തിൽ ഈ മരക്കുറ്റികൾ ഇപ്പോൾ എന്താ പറയുക, ശരിക്കും കല്ലായി മാറിയിട്ടുള്ള മരക്കുറ്റികളാണ്. ഇതൊക്കെ വർഷങ്ങളോളം മണ്ണിനടിയിൽ മൂടപ്പെട്ട് കിടക്കുന്ന മരത്തടികൾ ഓക്സിജൻ കിട്ടാതെ വന്ന് അതിൽ ധാതു ലവണങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ഈ മരത്തടി പിന്നീട് കല്ലായിട്ട് മാറുന്നത്.